തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. രാവിലെ 8-ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ. രാജനും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ഒക്കെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ സന്ദർശനം നടത്തും. MS ലിഷോയ് ചേരുന്നു വിശദാംശങ്ങൾ നൽകാനായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് വലിയ തോതിൽ മാറ്റങ്ങളോടെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണല്ലോ. എപ്പോഴാണ് ചടങ്ങ്? വിശദാംശങ്ങൾ എന്ത്? മൂത്തി, അത് വലിയൊരു ചടങ്ങായല്ല. അതായത് ഈ ആളുകളെ പ്രവേശിപ്പിക്കുക, അതുപോലെ തന്നെ ഈ ഒരു സുവോളജിക്കൽ പാർക്ക് പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അത് എല്ലാവരും ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷം എപ്പോൾ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ചോദ്യത്തിനൊരു വിരാമമായിരിക്കുകയാണ്, അതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതലാണ് ഇതിപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നത്. ഇതിൽ ഏകദേശം 330ഓളം ഇനം പക്ഷിമൃഗാദികളാണ് നിലവിൽ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലുള്ളത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയ്ക്കധികം മൃഗങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അതിശയിച്ചു പോകും. കാരണം അത്രയും വിസ്താരമായ 300 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഈ ഒരു സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഏരിയയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മൃഗങ്ങളുടെയൊക്കെ തന്നെ സ്വാഭാവികമായ ഒരു അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ സുവോളജിക്കൽ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിന് ശേഷം ആദ്യം കടന്നു വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും പല ഇടങ്ങളിലേക്കായി പോകാം. ഇത്രയധികം ദൂരമുള്ളതിനാൽ തന്നെ കൃത്യമായി ആളുകൾക്ക് യാത്രാ സൗകര്യവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതായത് നടന്ന് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. അതല്ലാതെയാണെങ്കിൽ KSRTCയുടെ ഇലക്ട്രിക് ബസ് ഇതിനകത്ത് സർവീസ് നടത്തുന്നുണ്ട്. 2 ബസ്സുകൾ പൂർണ്ണമായും എല്ലാ സമയവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി ഈ സന്ദർശന സമയമായി നിശ്ചയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും. അത് സാധാരണഗതിയിൽ എല്ലാ സൂകളും മ്യൂസിയങ്ങളും ഒക്കെ തന്നെ അങ്ങനെ അവധിയായിരിക്കുന്ന അതേ ഒരു കാര്യം തന്നെ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വനം വകുപ്പിന് കീഴിലുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പക്ഷി മൃഗാദികളുടെ ഒരു കാര്യത്തിൽ, അവരുടെ പരിചരണത്തിൻ്റെ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ കർശനമായി ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ടിക്കറ്റ് നിരക്കുകൾ അത് സംബന്ധിച്ചാണ്. ടിക്കറ്റ് നിരക്കുകൾ ഈ പല വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 9 മണി മുതലാണ് ക്രമീകരണം. മുതിർന്നവർക്ക് 100 രൂപയും ഈ 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയുമാണ്. മുതിർന്ന പൗരന്മാർക്ക് 50 രൂപ. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഇതിനകത്തുണ്ട്. കൂടാതെ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന LKG മുതൽ ഉള്ള കുട്ടികൾക്ക്, അതായത് LP ലെവലിലുള്ള കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ ഹെഡ് മിസ്ട്രസിൻ്റെയൊക്കെ തന്നെ കത്തോടുകൂടി വരികയാണെങ്കിൽ അവർക്ക് പ്രവേശനം സൗജന്യമാണ്. പ്രത്യേകം അത്തരത്തിലുള്ള പാക്കേജുകളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു കാര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ തൃശ്ശൂർ സൂ പൂർണ്ണമായും അടച്ചു. ഇനിയിപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് എല്ലാവരും എത്തേണ്ടത്. അവിടെ ചടങ്ങുകളൊക്കെ തന്നെ അല്പസമയത്തിനകം ആരംഭിക്കും. വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും എന്തായാലും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ശരി, വനമന്ത്രിയും റവന്യൂ മന്ത്രിയൊക്കെ എത്തി അല്പസമയത്തിനകം പൊതുജനങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ളിലേക്ക് കടക്കും. ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്.